ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ല എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. നല്ല മഞ്ഞും തണുപ്പും ഉണ്ട്, പതിവ് പോലെ അതിനും ഒരു കുറവും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. മഞ്ഞ് കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വരെ ഒരു മഞ്ഞ് മൂടിയ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനത്തെ തണുപ്പാണ്. കുട്ടികളൊക്കെ മദ്രസക്ക് പോണ കാര്യമൊന്നും ആലോചിക്കാൻ വയ്യ കേട്ടോ. നമ്മളിങ്ങനെ തണുപ്പ് എന്ന് പറയുമ്പോഴേ മക്കളൊക്കെ എങ്ങനെയാണ് എണീച്ച് പോകണുണ്ടാവുക എന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചു പോട്ടോ. പിന്നെ ഓരെ പറഞ്ഞയക്കണമെങ്കിലും നമ്മളും എണീക്കണമല്ലോ. എന്തായാലും ഞാൻ ഇന്ന് പോയി കിടക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. മിനിഞ്ഞാന്ന് അതിനും തോന്നുന്നത് തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ കുട്ടികളെ പറഞ്ഞയച്ചിട്ട് പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നങ്ങനെ കിടക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഇപ്പോൾ കിടന്നിട്ടുണ്ടെങ്കിലേ തണുപ്പിൻ്റെ പേരും പറഞ്ഞ് പോയി കിടന്നാൽ പണികളൊന്നും തീരൂല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിയും പിന്നെ മീൻകാരൻ വന്നിട്ട് മീൻ കറി ഉണ്ടാക്കണം. മീൻ വാങ്ങി കറിയാക്കണം. അപ്പം പത്തിരി മീൻ കറിയും ചേരൂല എന്നാണ് കേട്ടോ അവിടെ മക്കൾ പറയുക. എന്നാലും ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ചിക്കന് പോകാലൊന്നും നടക്കൂല. പൊടിപ്പിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ ഇന്നെന്തോ പത്തിരി അങ്ങോട്ട് ചുടാന്നൊരു തോന്നൽ. പിന്നെ വേഗം മീനും വാങ്ങി അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ പൊടി വാട്ടിയെടുക്കൽ കേട്ടോ. നമ്മൾ നൂൽപുട്ടിനും കുഞ്ഞിപ്പത്തിരിക്കും എല്ലാത്തിനും ഞാൻ ഇതുപോലെ വാട്ടിയെടുക്കലാണ് കേട്ടോ. അതിനൊക്കെ സാധാരണ നമ്മൾ തിളച്ച വെള്ളം ഇങ്ങനെ ഒരു പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനത് മൂന്നിനും ഇങ്ങനെ തന്നെയാണ് പൊടി വാട്ടിയെടുക്കുക. അങ്ങനെ ഇതാ പത്തിരിക്കുള്ള പൊടിയൊന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് വാട്ടി ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നല്ല ചൂടായിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചൂടൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂട് തണിയുന്ന ആ ഒരു സമയം കൊണ്ട് വേഗം പോയി തീയൊക്കെ ഒന്ന് കത്തിച്ച് ഞാൻ വെള്ളം ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇന്ന് സാധാരണ ഞാൻ രാവിലെ കുട്ടികളെ പറഞ്ഞയച്ചാൽ വേഗം തീ കത്തിക്കണതാണ്. ഇന്ന് പിന്നെ അതിനങ്ങോട്ട് നിന്നില്ല കേട്ടോ. പൊടിയൊക്കെ ഒന്ന് വാട്ടി അവിടെ വെച്ചപ്പോഴാണ് തീ കത്തിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ ആയത്. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചു. കുറച്ച് നേരം അതിൻ്റെ അടുത്ത് അങ്ങനെ നിന്നു കേട്ടോ. കാരണം തീൻ്റെ അടുത്തുനിന്ന് മാറാനേ തോന്നണില്ല. പക്ഷെ അതും നോക്കി അവിടെ നിന്നാലൊന്നും കാര്യം നടക്കൂല. അതുകൊണ്ട് വേഗം തിരിച്ചിങ്ങോട്ട് വന്നേണ്. അങ്ങനെ ഞാനിതാ പൊടികളൊക്കെ ഒന്ന് ഏകദേശം നമ്മളെ മാവൊക്കെ ഒന്ന് ചൂട് തന്നേരെ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ച് കുറച്ച് ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്കുള്ളത്. അപ്പോഴത്തേക്കും ഇതാ മീൻ വരുമ്പോഴത്തേക്കും മീനിൻ്റെ ഒച്ച അവിടുന്നും ഇവിടുന്നും കേൾക്കണേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ മീൻ കറിയാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയിട്ട് മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറീൻ്റെ സാലിന് അപ്പുറത്തെ അടുപ്പിൽ റെഡി ആവുന്നുണ്ട് കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഒന്ന് വാട്ടിയെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് പുളിവെള്ളം ഒഴിച്ച് അങ്ങോട്ട് തിളപ്പിച്ച് വെക്കും. ഇനി പിന്നെ മത്തിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അയിലെങ്ങാനും ഉണ്ടെങ്കിൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ആ ഒരു കുഞ്ഞമത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതന്നെ അങ്ങോട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പത്തിരി ചുട്ട് കഴിഞ്ഞിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാലിന് എന്തായാലും ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം മീൻ നന്നാക്കാൻ നിന്നാൽ ഇതും ഇവിടെ പെൻഡിങ് ആവും. അപ്പം പിന്നെ ഞാനിത് മൊത്തത്തിൽ കടി അങ്ങോട്ട് ചുട്ട് വെച്ചിട്ട് കറിക്കുള്ളത് വേഗം ഒന്ന് മീൻ നന്നാക്കി അതിൽ കൊണ്ടുവന്നിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചെടുത്താൽ കറി അവിടെ റെഡി ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ അടുക്കളയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് നേരം പോയിട്ടില്ലേനു കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഫോണും കൊണ്ടൊരു ഇരുത്തേ, ആ ഒരു ഇരുത്തത്തിലാണ് ചിലപ്പോൾ നമുക്ക് എല്ലാത്തിനും നേരം വരിക. ചില ദിവസം വേഗം ഒന്ന് പണികളെടുക്കണം, വേഗം തീർക്കണം, എന്നിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാന്നൊക്കെ ഉള്ള ആ ഒരു തോന്നലായിരിക്കും. ചിലപ്പോൾ അതിനും വേണ്ടിയിട്ട് എവിടെ പോകാനൊന്നുമില്ലല്ലോ, ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ, മെല്ലെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ഓരോ ദിവസം ഓരോരോ ചിന്തയിലൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും ഇതാ നാസിമോനൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിനോട് പറയും ഞങ്ങൾക്കൊക്കെ കടന്നുറങ്ങിക്കൂടേന്ന്. അതൊന്നും വേണ്ട, ഞാൻ എണീക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. ഓന് അതും ഞാൻ കടി ഉണ്ടാക്കണതൊക്കെ നോക്കി ഓൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കറീൻ്റെ സാലിന് ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ ചുട്ട് വെച്ചിട്ട് വേഗം പോയിട്ട് മീനൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവന്നു. ഇതാ കറിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വെന്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്താൽ കറി അവിടെ റെഡി ആയിക്കോളും. ഉച്ചക്കത്തേക്കും ഉള്ള കറിയൊക്കെ തന്നെയാണ് കേട്ടോ. വൈകുന്നേരം ഉണ്ടെങ്കിൽ വീണ്ടും അത് തന്നെ ആയിക്കും. ഞാനിങ്ങനെ ഉണ്ടായിക്കൊണ്ട് വേറെ വെക്കുകയൊന്നുമില്ല കേട്ടോ.
കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ മീൻ കറിയൊന്നും പത്തിരിക്ക് അങ്ങനെ അങ്ങോട്ട് ചേരണമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ചേരിക്കുക തന്നെ. അങ്ങനെ ഇതാ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് എല്ലാവരും ചായ കുടിയും കഴിഞ്ഞിട്ട് ഇതാ ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായയും പത്തിരിയും കറിയൊക്കെ ഇതാ ഒഴിച്ച് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായ കുടി കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് നേരം വെയിൽ കൊള്ളാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതാ കുട്ടികൾ മൂന്നാളും ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. ചട്ടിയും പാത്രവും ചെമ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരവിടെ കളിക്കുന്നുണ്ട്. ഇത് കാന്താരി മുളക് പിന്നെ നമ്മളെ ഒരു കാക്ക കൊടുകിൽ പണിക്കാരെയും കൊണ്ട് പോകുമ്പം ഇക്കാൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ. അവിടുന്ന് പറിച്ചു കൊടുത്തിട്ട് എപ്പോഴും ആയാലും അവർക്ക് കിട്ടിയാലും നമുക്ക് കൊണ്ടുത്തരുത്തുണ്ട് കേട്ടോ ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ഒന്ന് സുർക്കയിൽ ഇട്ട് വെക്കാമെന്ന് വേണ്ടിയിട്ട് നന്നാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കാന്താരി മുളക് എന്ന് പറയും, വേറെ ഉള്ളിടത്തിൻ്റെ ചീരാപ്പറങ്കിന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനുള്ള സുർക്കയും പിന്നെ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ സുർക്കേൻ്റെ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ അത് പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ അതിലേക്ക് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ അതവിടെ വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. മുറ്റം ഒന്ന് അടിച്ചു വാരി ഇടുകയാണ്. ഒന്ന് വെറുതെ അതിലും ഒന്ന് തോണ്ടി ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. മുറ്റത്ത് അങ്ങനെ നമുക്ക് കാര്യമായിട്ട് മരങ്ങളും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് എന്നല്ലാതെ നമ്മളവിടെ അങ്ങനെ മരങ്ങളും ചപ്പും ചമ്മലും തൊയ്യാൻ മാത്രമുള്ളതൊന്നുമില്ല. എന്നാലും ഒന്ന് ആ ഒരു മുറ്റം ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വാരി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സമയത്തൊക്കെയാണ് നല്ലൊരു വെയിലുള്ള ഈ ഒരു സമയത്താണ് മുറ്റത്ത് മരുന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കണത്. അപ്പോൾ മരുന്നൊക്കെ ഇവിടെ വാങ്ങി കൊണ്ടുവച്ചിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. അത് എന്നാണ് ഇനി ഇക്കാക്ക് നേരം കിട്ടൽ എന്നുള്ളത് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ ആ മുളകിൽ ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്ലുപ്പ് അതൊന്ന് വാരി ഇട്ടിട്ട് അതൊന്ന് അവിടെ മൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്ത പണി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഓരോന്നിനും അതിൻ്റേതായ സ്ഥലം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ അവിടെയൊക്കെ വെച്ചിട്ട് ഇതാ ഞാൻ എൻ്റെ പണികൾ എടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ അറിയിക്കുക. പിന്നെ എന്താണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ തുടർന്ന് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ അതാ പാത്രം ഏകദേശമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അടുക്കളയും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് ഇതാ അടുപ്പത്ത് ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഞാൻ മേലേക്ക് കാണിച്ച് എന്താ അറിയോ, കാറ്റ് കൊണ്ട് നമ്മളവിടെ ടാർപ്പായി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പാറി അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട് എന്നാണ് ആ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറിൻ്റെ പരിപാടി അടുപ്പത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുതിര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുതിരയും ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കറി പിന്നെ ഇനിയിപ്പം വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മീൻ കറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കറിയും പിന്നെ മീൻ അതിൽ നിന്ന് കുറച്ച് ഞാൻ പൊരിക്കാനും പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊരിച്ചതും ആ ഒരു ഉപ്പേരിയും കൂടെ ആക്കിയിട്ട് അങ്ങോട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തുണികൾ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടു നല്ലോണം. അപ്പം എന്താണ് വേഗം അതൊന്ന് ആറിയിട്ടിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തുണികളൊക്കെ ഒന്ന് ആറിയിട്ടിട്ട് വേഗം അകത്തേക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പോഴത്തേക്കും ചോറ് വെന്തിയുണ്ട്. അപ്പോൾ അതൊന്ന് വാർക്കുകയാണ്. നമ്മൾ ഇവിടെ വാർക്കൽ തന്നെയാണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഞാൻ വേറെയുള്ള ആളുകളുടെ വീഡിയോയിൽ കാണുമ്പം ഓരോക്കെ ഇങ്ങനെ ഇത് എന്താ പറയുക ഓട്ടക്കൈലും കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഇതാക്കൂലേ, ഊറ്റിയെടുക്കൂലേ, അങ്ങനെയാണ് കേട്ടോ. നമ്മളിവിടെ നമ്മൾ ആദ്യം മുതൽ തന്നെ ഇങ്ങനെ വാർക്കണത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഉമ്മയൊക്കെ ഇങ്ങനെ വാർക്കുമ്പോൾ ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ തോന്നിയേനുല്ലേ. പക്ഷെ ഇപ്പം നമുക്കതൊരു സിമ്പിളായിട്ട് അങ്ങോട്ട് തോന്നും അല്ലേ. അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ ചോറ് വാർക്കലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അതൊന്ന് വാർത്തിട്ട് അടുപ്പിലേക്ക് കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചിടും കുടിക്കാനോ ഇനിയിപ്പോൾ നാസിമോനെ കഴുകാനും ഒക്കെ ആയിട്ട് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിൽ ചില കമൻറ്റുകൾ വരുന്നുണ്ട്. എന്താ അറിയോ, ബേക്ക് കാണിക്കണത് എന്തിനാണ്, ഇതിനും നല്ലത് പിന്നെ മുഖം കാണിക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. മുഖം എത്ര ആൾക്കാരപ്പം ഇതേപോലത്തെ രീതിയിൽ വീഡിയോസ് എടുക്കുന്നുണ്ടല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലപ്പം മടി കൊണ്ടൊക്കെയാണ്, ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറുമായിരിക്കൂലേ. അതൊന്നും എന്താ അറിയോ, നല്ല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ എഴുതുക കേട്ടോ. നമ്മൾ ആരെയും നിർബന്ധിക്കണമൊന്നുമില്ല വീഡിയോ കാണാനും ഇതാക്കാനൊന്നും. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യൂന്നേ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിതാ ഉപ്പേരിയും കൂടെ ഒന്ന് വറവിട്ട് നമ്മളെല്ലാവരും ചോറൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.